ആത്മകഥാ വിവാദത്തിൽ DGPക്ക് പരാതി നൽകി പി ജയരാജൻ. പുസ്തകവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, 178 പേജുകൾ പുറത്തു വന്നിട്ടുണ്ട്. പി ജയരാജൻ അല്ലാതെ മറ്റാർക്കെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് അത്രയും ദീർഘമായി എഴുതാൻ കഴിയുമോ എന്നതും സംശയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രേഖ അദ്ദേഹം എഴുതിയതല്ല എന്ന് പറഞ്ഞാണല്ലോ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്, അല്ലേ? ഇക്കാര്യത്തിൽ ആത്മകഥയിലെ ഇന്ന് പുറത്തു വന്ന ഈ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വിവരങ്ങൾ, അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നതാണ് പി ജയരാജന്റെ ആവശ്യം. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ എന്ന കാര്യങ്ങൾ വ്യക്തമാക്കി അല്പസമയത്തിനകം തന്നെ പത്രക്കുറിപ്പ് ഇറക്കും എന്നാണ് പി ജയരാജൻ നമ്മളോട് അല്പസമയം മുൻപ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും DGPക്ക് ഈ വിഷയത്തിൽ പി ജയരാജൻ പരാതി നൽകി കഴിഞ്ഞു. വിശദമായ അന്വേഷണത്തിലൂടെ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് വ്യക്തമാക്കണം എന്നതാണ് പിയുടെ ആവശ്യം. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് നേരത്തെ രാവിലെ തന്നെ ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയുള്ള പ്രതികരണത്തിൽ പി ജയരാജൻ ആരോപിച്ചതാണ്. അങ്ങനെയെങ്കിൽ ആ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നത് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ് പി ജയരാജൻ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പരാതി പി ജയരാജൻ നൽകുമ്പോഴും ഈ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ ഈ 178 പേജുകളിലുമുള്ള പിയുടെ രാഷ്ട്രീയ പ്രവേശനം, കർഷക സംഘടനകൾ, യുവജന സംഘടനകൾ, ഇതിലേക്കൊക്കെ പിയെ ആകർഷിച്ച ഘടകങ്ങൾ, പിയുടെ വിവിധ സമരമുഖങ്ങളിലെ സാന്നിധ്യം, പിയുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ, രാഷ്ട്രീയ അനുഭവങ്ങൾ, ഇതെല്ലാം തുറന്ന് എഴുതിയിരിക്കുന്ന ഒരു ആത്മകഥയുടെ ഭാഗമാണ് പുറത്തു വന്നത്. അതിൽ മറ്റാരെ സംശയിക്കാനാണ്, എന്ത് ഗൂഢാലോചന സംശയിക്കാനാണ് എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമായി നിൽക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു കോപ്പി പുറത്തു വരണമെങ്കിൽ അതിനുള്ള ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് പി ജയരാജൻ തന്നെയാണ്. ഇങ്ങനെ മുഴുവൻ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തു വരണമെങ്കിൽ ഒരു സാധ്യത അതാണ്. മറ്റൊന്ന്, ഇത് പ്രസിദ്ധീകരിക്കാൻ പി ജയരാജൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നാണ് ഇത് പുറത്തു വരേണ്ടത്. അങ്ങനെ ആരെയും താൻ പ്രസിദ്ധീകരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഈ വാർത്ത വന്നതിന് പിന്നാലെ പി ജയരാജൻ പ്രതികരിക്കുന്നതും. അക്കാര്യത്തിൽ അങ്ങനെയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ വസ്തുത എന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് കാണിച്ചാണ് പി ജയരാജൻ ഇപ്പോൾ ഏതായാലും DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ അല്പസമയത്തിനകം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരു പത്രക്കുറിപ്പ് ഇറക്കും എന്നാണ് പി അറിയിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ പൂർണ്ണമായും താൻ എഴുതിയതല്ല എന്ന നിലപാട് എന്തായാലും പി സ്വീകരിക്കുന്നില്ല എന്ന് വേണം കരുതാൻ, അല്ലേ? ഇതിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക എന്നത് മാത്രമാണ് പിയുടെ ആവശ്യമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും പുറത്തു വരേണ്ടതുണ്ട്. ഈ DC ബുക്സിന് ഈ തൻ്റെ കൃതി പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം കൊടുത്തിട്ടില്ല എന്നുകൂടി നേരത്തെ പി ജയരാജൻ പറഞ്ഞു വച്ച സാഹചര്യത്തിൽ പിന്നെ എന്താണ് സംഭവിച്ചത് എന്നത് ഒരു അന്വേഷണത്തിലൂടെ തന്നെ പുറത്തു വരട്ടെ എന്നാണോ പിയും കരുതുന്നത്? ആ നിലയ്ക്ക് തന്നെയാണ് പറയുന്നത്. ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ പി പൂർണ്ണമായും തള്ളുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയം തന്നെയാണ്. അതൊരു ഘട്ടത്തിലും പി ജയരാജൻ പറഞ്ഞിട്ടുമില്ല. തന്റെ ആത്മകഥയിലെ ഭാഗങ്ങളല്ല എന്ന് പി പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം ആ നിലയ്ക്ക് തന്നെയായിരുന്നു. ഈ മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും താൻ പറഞ്ഞതല്ല എന്നാണ് പറയുന്നത്. അത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പി സരിന്റെ സ്ഥാനാർത്ഥിത്വം അതിൽ പരാമർശിച്ചു പോകുന്നതാണ് ഇന്ന് തന്നെ ഈ വാർത്ത വരുന്നതും ഇത്രത്തോളം ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായും അതിന് പിന്നിലെ ഗൂഢാലോചന ഉണ്ട് എന്നതാണ് പി ജയരാജന്റെ ആരോപണം. അതിനപ്പുറത്തേക്ക് ഈ ആത്മകഥ പൂർണ്ണമായും തന്റേതല്ല എന്ന് പിക്ക് വാദിക്കാനോ അത് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാനോ സാധിക്കും എന്ന കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ പ്രായോഗികമായി ചിന്തിക്കാവുന്നതല്ല. കാരണം ഇത്രയും വിശദമായി പിയെ പോലൊരു രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ഒരു വ്യാജ നിർമ്മിതി എന്ന രീതിയിൽ എഴുതി വരാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ് ഇനി എന്തായാലും ശ്രദ്ധേയമായ കാര്യം. അത് തന്നെ ആവണം പിയുടെയും ആവശ്യം. അതിനപ്പുറത്തേക്ക് നിഖിൽ, ഇതുവരെ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ അനുസരിച്ച് പിയും DC ബുക്സുമായി ഒരു കരാർ ഉണ്ടായിരുന്നു. സാധാരണ വളരെ സുദീർഘമായ ഒരു കരാറൊക്കെ, വളരെ വിശദമായ ഒരു കരാർ ഈ പ്രസാധകർ എന്ന നിലയ്ക്ക് DC ഒപ്പിടിക്കാറുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കരാർ ഉണ്ടായിരുന്നോ? ആ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഇക്കാര്യം നമ്മൾ പിയോട് പല തവണ ചോദിച്ചു. പി പക്ഷേ ഞാൻ ആരെയും പ്രസാദനം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പി ജയരാജൻ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് അത്തരത്തിലൊരു കരാർ ഇല്ല എന്നതാണ്. പക്ഷേ DC ബുക്സ് പോലെ ഇത്രയും മഹത്തായ പാരമ്പര്യമുള്ള ഒരു പ്രസാധക കമ്പനിയാണ്. അവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ പി ജയരാജനെ പോലെ ഒരാളുടെ ആത്മകഥ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും
ഒരു പോസ്റ്റർ ഇറക്കുന്നു, അതിന്റെ സമയം നിശ്ചയിക്കുന്നു, അത് പ്രഖ്യാപിക്കുന്നു. അപ്പോഴൊന്നും ഇ.പി. ജയരാജൻ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യമില്ല. മാത്രമല്ല ഇ.പി. അത് അറിഞ്ഞിട്ടേ ഇല്ല, മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ഇ.പി.യെ തന്നെ ടാഗ് ചെയ്താണ് സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യങ്ങൾ ഉള്ളത്. അപ്പോൾ ഇ.പി. ജയരാജൻ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു കരാർ രൂപത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. അത് ഇ.പിയും DC ബുക്സുമാണ് അത് ചെയ്യേണ്ടത്. രണ്ടുപേരും അക്കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഇനി കൂടുതൽ വിശദീകരണം ഒരുപക്ഷെ വരേണ്ടത് DC ബുക്സിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. പുസ്തക പ്രസാധനം മാറ്റിവെച്ചു എന്നതിനപ്പുറത്തുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ DC ബുക്സ് തയ്യാറായിട്ടില്ല. പക്ഷേ തീർച്ചയായും കേരളീയ സമൂഹം കാത്തിരിക്കുന്നത് DC ബുക്സിന്റെ വിശദീകരണത്തിന് വേണ്ടി കൂടിയാണ്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.